സ്റ്റുഡൻസ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് മാത്സിലെ തന്നെ വളരെ ടഫസ്റ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആയിട്ടുള്ള കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്നുള്ള ചാപ്റ്ററാണ്. എല്ലാ സ്റ്റുഡൻസിനും പ്രയാസമായിട്ടുള്ളൊരു ചാപ്റ്ററാണിത്. അതിനെ നമുക്ക് പഠിച്ചു തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് ഇക്വേഷൻസിൽ തുടങ്ങാം. ഈ ഇക്വേഷൻസ് അറിയാണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആദ്യം തന്നെ ഇക്വേഷൻസിൽ തുടങ്ങാം. നോക്കുക, ഈ ഡി ബൈ ഡി എക്സിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഡെറിവേറ്റീവ് എന്നാണ് അർത്ഥം. അപ്പോൾ എക്സ് റൈസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് വൺ ആണ്. അപ്പോൾ ഈ ഇക്വേഷൻസ് പഠിക്കാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എക്സ് റൈസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് വൺ ആണ്. ഇത് മൂന്നും ഈസിയാണ്. ഇ റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് തന്നെ. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ്, കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്, ടാനിന്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ എക്സ്. ഇത് മൂന്നും നമുക്ക് ഒറ്റയടിക്ക് പഠിക്കാവുന്നുള്ളൂ. സൈൻ്റെ കോസ്, കോസിന്റെ മൈനസ് സൈൻ്റെ, ടാനിന്റെ സീക്ക് സ്ക്വയർ എക്സ്. ഇത് മൂന്നും പഠിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയും പഠിച്ചെടുക്കാവുന്നുള്ളൂ. നോക്ക്, ടാനിന്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ എക്സ് ആണ്. ഇതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ രണ്ട് സീക്ക് ഉണ്ടെന്നാണല്ലോ. അപ്പോൾ സീക്കിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഒരു സീക്ക് എക്സും ഒരു ടാൻ എക്സും, സീക്ക് എക്സ് ടാൻ എക്സ്. ഇനി കോട്ടിന്റെ ഡെറിവേറ്റീവ് മൈനസ് കോസീക്ക് സ്ക്വയർ എക്സ് ആണ്. ഇത് റിലേറ്റീവ് ആണ്. ഇതോടെ നോക്കിയോ, ടാനിന്റെ കോഫംഗ്ഷൻ ആണ് കോട്ട്, നമുക്ക് ഓൾറെഡി അറിയാം. ടാനിന്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ എക്സ് ആണെങ്കിൽ കോട്ടിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സീക്കിന്റെ ഫ്രണ്ടിൽ ഒരു കോഫംഗ്ഷൻ ഇട്ട് കൊടുത്താൽ മാത്രം മതി. പിന്നെ ഒരു കാര്യം ഓർക്കേണ്ടതാണ്, കൊസീക്ക് എപ്പോൾ ആൻസർ ആയിട്ട് വന്നാലും മൈനസ് ഉണ്ടാവും. ആൻസർ എന്ന് പറഞ്ഞാൽ ഈക്വറ്റിന്റെ ഇപ്പുറത്തേക്ക് കൊസീക്ക് കയറി വന്നാൽ ഉറപ്പായിട്ടും മൈനസ് ഉണ്ടാവും. നോക്ക്, ഇവിടെ മൈനസ് ഉണ്ട്, അതുപോലെ ഇവിടെ മൈനസ് ഉണ്ട്. ഇനി നമുക്ക് കൊസീക്കിന്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക്ക് എക്സ് കോട്ടെക്സ്, ഇത് നോക്കിയാൽ മതി, സീക്ക് നോക്കിയാൽ മതി. സീക്കിന്റെ കൂടെ ഒരു കോഫംഗ്ഷൻ ഇട്ടപ്പോഴാണ് കൊസീക്ക് കിട്ടിയത്. ഇവിടെ അതുപോലെ കോഫംഗ്ഷൻ ഇട്ടു, ടാന്റെ കോഫംഗ്ഷൻ കോട്ടുന്ന് ഇട്ടു, കൊസീക്ക് എന്നുള്ള ആൻസർ ആയിട്ട് വന്നാൽ എന്ത് വരും? മൈനസ് കയറി വരും. പിന്നെ സൈൻ ഇൻവേഴ്സ്, നമ്മൾ ഇതുവരെ കേൾക്കാത്ത ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസ് ആണ് ഇൻവേഴ്സ് ഫംഗ്ഷൻസ്. ഈ വർഷമാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത്. ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മേളിൽ മൈനസ് ഇട്ട് വരുന്ന ഫംഗ്ഷൻസ് ആണ് ഇൻവേഴ്സ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞത്. സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/√1 മൈനസ് എക്സ് സ്ക്വയർ, ഉറപ്പായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണത്. ഇനി കോസ് ഇൻവേഴ്സ് എക്സിന്റെ കിട്ടണമെങ്കിൽ അതിന്റെ ഫ്രണ്ടിൽ എന്തുകൊണ്ടിട്ടായി ഒരു മൈനസ് ഇട്ടാൽ മതി. ഇനി വളരെ ഈസി ആയിട്ടുള്ളതാണ് ടാൻ ഇൻവേഴ്സ് എക്സ്. ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ. ടാൻ ഇൻവേഴ്സ് എക്സിനെ 1/1 പ്ലസ് എക്സ് സ്ക്വയർ. കോട്ട് ഇൻവേഴ്സ് എക്സിന്റെ ഇതിനകത്ത് എന്തിട്ടാൽ മതി? ഒരു മൈനസ് ഇട്ടാൽ മതി. ഇനി സീക്ക് ഇൻവേഴ്സ് എക്സിനെ ആണെങ്കിൽ 1/x ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1. ഇത് പഠിക്കാൻ ഇച്ചിരി പ്രയാസമാണ്, പക്ഷെ എന്നാലും നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. സീക്ക് ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1. അതിനുകൊണ്ടൊരു മൈനസ് ഇട്ട് എന്തായി? കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ആയി. ഇതൊക്കെ വളരെ ഈസിയാണ്, ഒറ്റയ്ക്ക് പഠിക്കാവുന്നുള്ളൂ. എക്സ് റൈസ് ടു എൻ ഡെറിവേറ്റീവ് എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1, ഇ റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് തന്നെ. പിന്നെ സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ്, കോസിന്റെ മൈനസ് സൈന്, ടാന്റെ സീക്ക് സ്ക്വയർ എക്സ്. ബാക്കിയൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒരു ഫംഗ്ഷനോട് നമുക്ക് പറയാനുണ്ട്, ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ്. ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് ഇമ്പോർട്ടന്റ് ആണ്. ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 1/x. അപ്പോൾ ഇക്വേഷൻസ് എല്ലാം പഠിക്കുക കേട്ടോ.